ഹായ് എവ്രി വൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ഓൺലൈനായിട്ട് പ്രൊമോട്ട് ചെയ്യാം, ബിസിനസ് ഓൺലൈനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 12 വഴികളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ബിസിനസ് പ്രൊമോഷൻ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതിൻ്റെ വഴികളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് ഈ 12 വഴികളിൽ ഏറ്റവും അനുയോജ്യമായത് ഏതൊക്കെയായിരിക്കും വരിക എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കാം. അതായത് ഈ 12 വഴികളും നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ബിസിനസ്സായാൽ ചെയ്തിരിക്കണം എന്ന് പറയുന്ന കാര്യങ്ങളല്ല. ബിസിനസ്സുകൾ സാധാരണ രീതിയിൽ പരീക്ഷിക്കുന്ന ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന 12 വഴികളാണിത്. ഇതിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് ഏതിനൊക്കെയാണ് സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ യുവർ ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും ഓൺലൈനായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം ഓൺലൈൻ പ്രൊമോഷന് നമ്മൾ മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ തീരുമാനിക്കണം അവർ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, അവരെന്തൊക്കെ രീതിയിലുള്ള കണ്ടന്റുകളാവും കൺസ്യൂം ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. അതായത് മേ ബി നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂട്യൂബിലൊക്കെ ഒരു നന്നായി ക്ലിക്ക് ആവാൻ ചാൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമൊക്കെ കൺസ്യൂം ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ പ്രൊമോഷന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഏതൊക്കെ കസ്റ്റമേഴ്സ് ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലായിരിക്കും ഉണ്ടാവുക, നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ആവുന്ന പ്ലാറ്റ്ഫോം ഏതായിരിക്കും എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യണം. ഇതാണ് ഏറ്റവും ആദ്യത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഈ ഒരു കാര്യം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് എങ്ങോട്ടാ പോവുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് വരുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മുകളിൽ ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതും നിങ്ങളുടെ ബിസിനസ്സിനെ ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്കിത് ചെയ്തുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്കത് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മുകളിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമും നിങ്ങളുടെ കമ്പനി നെയിമും നിങ്ങളുടെ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സർവീസസോ എല്ലാം ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആയിരിക്കും നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന്. അതായത് നമ്മുടെ പ്രൊഡക്ട്സിൽ താല്പര്യമുള്ള, നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങാൻ ചാൻസസ് ഉള്ള കസ്റ്റമേഴ്സ് നമ്മുടെ വെബ്സൈറ്റ് ആയിരിക്കും ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ മൊബൈലിൽ പ്രോപ്പറായിട്ട് വരുന്ന ഒരു മൊബൈൽ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷനും അതിനകത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് കുറച്ചുകൂടി നമ്മുടെ വെബ്സൈറ്റിനെ പറ്റിയും നിങ്ങളുടെ ബ്രാൻഡിനെ പറ്റിയും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും എല്ലാം കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അവർ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പോലും അതിന് അവരുടെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം മേ ബി അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രാൻഡിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെയോ കൂടെ കൺസിഡർ ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് SEO ആണ്, അതായത് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെന്ന് എന്തിനെങ്കിലും പറ്റി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന 2 പ്ലാറ്റ്ഫോംസാണ്. ഒന്ന് യൂട്യൂബും ഒന്ന് ഗൂഗിളും. അതായത് നമ്മൾ ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്യും എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് കാണാനായിട്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് സെർച്ച് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും സെർച്ച് എൻജിൻ പ്ലാറ്റ്ഫോംസ് ആണ്. ഗൂഗിൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ സെർച്ച് എൻജിൻ എന്ന് പറയുന്നത് യൂട്യൂബാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. അപ്പോൾ നിങ്ങൾ ആസ് എ ബ്രാൻഡ് നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർ അതിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഒരാളത് യൂട്യൂബിൽ വന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസസിനെയോ സംബന്ധിച്ചിട്ടുള്ള കീവേഡ് അടിച്ചിട്ട് സെർച്ച് ചെയ്യാണ് യൂട്യൂബിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ വന്നിരിക്കണം. നിങ്ങളുടെ വീഡിയോ ടോപ്പിൽ തന്നെ വന്നിരിക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അപ്പോൾ അതിന് ആ ചെയ്യുന്ന കാര്യങ്ങളാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സെർച്ച് എൻജിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ്
സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ വെബ്സൈറ്റ് ആയിക്കൊള്ളട്ടെ, വെബ്സൈറ്റിലെ ഓരോ പേജസ് ആണെന്നുണ്ടെങ്കിലും വെബ്സൈറ്റിൻ്റെ SEO എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു സെഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് മുമ്പിൽ വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എളുപ്പത്തിലെത്താം. കാരണം ഗൂഗിളിലൊന്നും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ പേജോ മൂന്നാമത്തെ പേജോ ഒന്നും നമ്മൾ നോക്കാറില്ല. അതുപോലെ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ആദ്യത്തെ പേജിൽ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജസോ അല്ലെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് എന്നാ കണ്ടിരിക്കാം എന്ന് ആരും നോക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ടോപ്പ് റാങ്കിങ്ങിൽ നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വരാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതാണ് ലോക്കൽ SEO. അതായത് നിങ്ങളുടെ ബിസിനസ് ഒരു സ്പെസിഫിക് ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റീജിയനിൽ മാത്രമാണ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോക്കൽ സെർച്ചിൽ മാത്രം നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട് SEO ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മൈ ബിസിനസ്സിൻ്റെ പേജസ് ഉപയോഗിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ ഡയറക്ടറീസിലൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയിട്ടോ ഉള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ സെർച്ച് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല നിങ്ങളുടെ വെബ്സൈറ്റും ലോക്കൽ കീവേഡ്സിനെ മുകളിൽ നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി അടുത്ത പോയിന്റാണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. അതായത് നിങ്ങളുടെ യൂട്യൂബിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ബ്ലോഗ് പോസ്റ്റ് വഴി ചെയ്യാം, ആർട്ടിക്കിൾസ് വഴി ചെയ്യാം, വീഡിയോസ് വഴി ചെയ്യാം, ഇൻഫോഗ്രാഫിക്സ് വഴി ചെയ്യാം, പോഡ്കാസ്റ്റ് വഴി ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് എന്തിനെ സംബന്ധിച്ചിട്ടാണോ അതിൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഏതൊക്കെ കണ്ടന്റുകളായിരിക്കും കൺസ്യൂം ചെയ്യുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടന്റ് നിങ്ങളുടെ വെബ്സൈറ്റിലൂടെയും സോഷ്യൽ മീഡിയ ചാനൽസിലൂടെയും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനും അവരെ എൻഗേജ് ചെയ്യാനും വേണ്ടി നമുക്ക് സാധിക്കും. അടുത്തതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പോൾ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ, യൂട്യൂബ് ഈ പ്ലാറ്റ്ഫോംസിനൊക്കെ ഇന്ത്യ പോലൊരു കൺട്രിയിൽ മാസീവായിട്ടുള്ള യൂസർ ബേസ് ഉണ്ട്. നല്ലപോലെ യൂസേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിനെ റീച്ച് ചെയ്യാനും അവരെ എൻഗേജ് ചെയ്യാനും വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ അപ്ഡേറ്റ്സും പ്രൊമോഷൻസും അവർക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടന്റുകളെല്ലാം റെഗുലർലി നമ്മൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോയൽ ഫോളോയിങ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതാണ് പെയ്ഡ് അഡ്വർടൈസിങ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ അഡ്വർടൈസിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ വൈഡർ ഓഡിയൻസിലേക്ക് കൂടുതൽ ക്വിക്കായിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പെയ്ഡ് ആഡ്സ് ചെയ്യാം. ഗൂഗിൾ ആഡ്സോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സൊക്കെ പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് നിലവിലിപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒരു ടാർഗറ്റഡ് അഡ്വർടൈസിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടാർഗറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് ഡെമോഗ്രാഫിക്സിൻ്റെ ബേസിൽ അവർ ഏത് സ്പേസിലാണ്, ഏത് ലൊക്കാലിറ്റിയിലാണ്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള, ഏത് ജെൻഡറിലുള്ള ആളുകളായിരിക്കണം എന്നുള്ളതിൻ്റെ ഒക്കെ ബേസിസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളതിൻ്റെ മുകളിൽ നമുക്ക് ആഡ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ അവരുടെ ബിഹേവിയർ എന്താണെന്നുള്ളതിൻ്റെ മുകളിലും നമുക്ക് ആഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ നിലവിലുണ്ട് നമുക്ക്. ഇനി അടുത്തതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. നിങ്ങളുടെ പ്രൊഡക്റ്റിന് സ്യൂട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനായിട്ടോ അല്ലെങ്കിൽ ബ്ലോഗേഴ്സിനായിട്ടോ ഒക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഡക്ട്സിന് കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ നിഷിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിഷ് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിക്ക് അലൈൻ ആയിട്ട് പോകുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്തിട്ട് അവർ ത്രൂ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാം, സർവീസസ് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അവരുടെ ഈ ഒരു എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ലാർജർ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്താനും നമ്മുടെ ബ്രാൻഡിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം ഓൾറെഡി ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആയിട്ടുള്ള ഒരാൾ നമ്മളുടെ ബ്രാൻഡിനെ റെക്കമെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ബ്രാൻഡിനൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇതും എല്ലാ പ്രൊഡക്ട്സും അല്ലെങ്കിൽ എല്ലാ സർവീസസിനും പറ്റിക്കൊള്ളുന്നില്ല. നിങ്ങളുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇമെയിൽ ലിസ്റ്റ്, അതായത് എല്ലാവരുടെയും ഇമെയിൽ അടങ്ങിയിട്ടുള്ള ഇമെയിൽ IDs അടങ്ങിയിട്ടുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വെക്കാം. അതിനുശേഷം നിങ്ങളുടെ ന്യൂസ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ പ്രൊമോഷൻസ് വരുന്നത്, നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ അഡ്രസ്സസ് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് ഇമെയിൽസ് അയക്കാം. അങ്ങനെ ആകുമ്പോൾ എൻഗേജ്മെൻറ്റും കൺവേർഷൻസ് ഒക്കെ കൂടും. ഈ പറഞ്ഞ പോലെ ഇമെയിൽ മാർക്കറ്റിങ്ങിനായിട്ട് വേരിയസ് ടൂൾസ് അവൈലബിൾ ആണ്.
പിന്നെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും. കാരണം ഇന്ത്യയിലൊന്നും ഇപ്പം റെഗുലറായിട്ട് ഇമെയിൽ ചെക്ക് ചെയ്യുന്നവരൊക്കെ കുറവായിരിക്കും, അതുപോലെ അത് വായിച്ച് റെസ്പോണ്ട് ചെയ്യുന്നവരൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും. അടുത്തതാണ് മൊബൈൽ ഒപ്റ്റിമൈസേഷൻ. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് ഒരുപാട് പേര് മൊബൈൽ വഴിയാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഡിവൈസസ് ഉപയോഗിക്കുന്നവർക്ക് കൂടി അത് ഏറ്റവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ അത് ഡിസൈൻ ചെയ്യേണ്ടത്. അതായത് മൊബൈൽ ഡിവൈസസിന് കൂടി ഒപ്റ്റിമൈസ് ചെയ്ത രീതിയിലായിരിക്കണം നിങ്ങൾ ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അടുത്തത് കസ്റ്റമർ റിവ്യൂസ് ആൻഡ് ടെസ്റ്റിമോണിയൽസ് ആണ്. നിങ്ങളുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനോട് നിങ്ങൾ പോസിറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽസ് ഒക്കെ നിങ്ങളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജസിലോ റിവ്യൂ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ് പേജിലോ ഒക്കെ അവരുടെ റിവ്യൂസ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻകറേജ് ചെയ്യുക. ഗൂഗിൾ മൈ ബിസിനസ് പേജ് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് വേണ്ടി തുടങ്ങുക എന്നുള്ളതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽസ് ഒക്കെ നമ്മുടെ ബ്രാൻഡിന് മുകളിൽ അല്ലെങ്കിൽ ബിസിനസ്സിന് മുകളിൽ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രൊമോഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് എഫേർട്സ് പ്രോപ്പറായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അത് കണ്ടിന്യൂസ്ലി നിങ്ങൾ മോണിറ്റർ ചെയ്യാം. ഇതിനായിട്ട് ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെയൊക്കെയുള്ള ടൂൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിന് എത്ര ട്രാഫിക് വന്നു, എത്ര എൻഗേജ്മെൻറ്റ്സ് ഉണ്ടായി, കൺവേർഷൻ റേറ്റ് എന്തായിരുന്നു, നിങ്ങളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI എത്രയായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഓൺലൈൻ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് കുറച്ചുകൂടി നന്നായി റിഫൈൻ ചെയ്തെടുക്കാനും അതുപോലെ നിങ്ങളുടെ ക്യാമ്പയിൻസ് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിതിൽ ഏറ്റവും യൂസ്ഫുൾ ആവുന്ന സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.